ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മുടെ കൊളോയിഡ്സിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കൊളോയിഡ്സ്? കൊളോയിഡ്സും സൊല്യൂഷനും സസ്പെൻഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, കൊളോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ, അതിലെ കുറച്ച് പ്രോപ്പർട്ടീസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്, അതിന്റെ കണ്ടിന്യൂവേഷൻ. ഇതോടുകൂടി കൊളോയിഡ്സ് എന്ന ഒരു ഭാഗം നമ്മുടെ 5ാമത്തെ മൊഡ്യൂളിൽ തീരും. കൊളോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ based on physical state of dispersed phase and dispersion medium, colloids can be classified into 8 types. നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു സോളിഡ് സോള്, എയറോസോള്, ജെല്ല്, എമൽഷൻ, ഫോം, സോളിഡ് ഫോം. അത് അങ്ങനെ 8 ടൈപ്സിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫർദറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം ബേസ്ഡ് ഓൺ അപ്പിയറൻസ് ഓഫ് കൊളോയിഡ്. കൊളോയിഡ്സിന്റെ അപ്പിയറൻസ് എങ്ങനെയുണ്ട് അതിനനുസരിച്ച് നമുക്ക് 2 തരത്തിൽ തിരിക്കാം, സോളും ജെല്ലും. അപ്പൊ സോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കൊളോയിഡൽ സൊല്യൂഷൻ ഫ്ലൂയിഡ് ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ 8 ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് പ്രോപ്പർ ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ചാണ്. ഇവിടെ പറയുന്നത് കൊളോയിഡൽ സൊല്യൂഷൻ ഫ്ലൂയിഡ് ആയിട്ട് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് സോൾസ്. പൊതുവെ നമ്മൾ ഡിസ്പേർഷൻ മീഡിയത്തിന്റെ പേരിലാണ് സോൾസ് അറിയപ്പെടുന്നത്. ഇപ്പൊ ഡിസ്പേർഷൻ മീഡിയം വാട്ടർ ആണെങ്കിൽ സോളിനെ ഹൈഡ്രോസോൾ അല്ലെങ്കിൽ അക്വാസോൾ എന്ന് പറയുന്നു. ഡിസ്പേർഷൻ മീഡിയം ആൽക്കഹോൾ ആണെങ്കിൽ എന്ത് പറയും? അതിനെ ആൽക്കോസോൾ. ബെൻസീൻ ആണെങ്കിൽ ബെൻസോസോൾ. ഇപ്പൊ ഡിസ്പേർഷൻ മീഡിയം ഏതാണോ അതിനനുസരിച്ചാണ് ആ സോൾ അറിയപ്പെടുന്നത്. ജെൽ ആണെങ്കിൽ കൊളോയിഡ്സ് അപ്പിയർ ചെയ്യുന്നത് സോളിഡ് ടൈപ്പിലായിരിക്കും. അപ്പൊ ആ സോളിഡിന്റെ അല്ലെങ്കിൽ ജെല്ലിന്റെ റിജിഡിറ്റി എന്നുള്ളത് സബ്സ്റ്റൻസിന്റെ നേച്ചർ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എക്സാമ്പിൾ ജെല്ലി, ബട്ടർ, ചീസ്, കേർഡ്, ഇതൊക്കെ ജെല്ലാണ്. അപ്പൊ നമ്മൾ കേർഡൊക്കെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചീസ് ഒക്കെ നോക്കുമ്പോൾ അത് സോളിഡ് ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. ഇനി ബേസ്ഡ് ഓൺ ദി ഇലക്ട്രിക്കൽ ചാർജ് ഓൺ ഡിസ്പേഴ്സ്ഡ് ഫേസ്, ഡിസ്പേഴ്സ്ഡ് ഫേസിൽ എന്ത് ചാർജ് ആണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് കൊളോയിഡ്സിൽ രണ്ടായി തിരിക്കാം. പോസിറ്റീവ് കൊളോയിഡ്സ്, നെഗറ്റീവ് കൊളോയിഡ്സും. പോസിറ്റീവ് കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് FeO3, ഫെറിക് ഹൈഡ്രോക്സൈഡ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മെത്തിലിൻ ബ്ലൂസോൾ, ഇവയ്ക്കൊക്കെ എന്താണ് പ്രത്യേകത? ഡിസ്പേഴ്സ്ഡ് ഫേസിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. സോ ദേ ആർ കാറ്റഗറൈസ്ഡ് ഇൻടു പോസിറ്റീവ് കൊളോയിഡ്സ്. നെഗറ്റീവ് കൊളോയിഡ്സ് ആണെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുന്നത്. എക്സാമ്പിൾ സിൽവർ സോൾ, കോപ്പർ സോൾ തുടങ്ങിയവ. ക്ലിയർ അല്ലേ? അപ്പൊ സോളും ജെല്ലും എന്തിന്റെ ബേസിസിലായിരുന്നു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നത്? It is based on the appearance. Either it as a solid or as fluid. If it appears as fluid, it is classified to sols, and if it appears as solid, it is classified to as gels. And based on the electrical charge present on dispersed phase, colloids can be categorized into 2 types, positive colloids and negative colloids. When a dispersed phase carries a positive charge, it is classified to as positive colloids, and when the dispersed phase carries negative charge, it is classified to as negative colloids. നമ്മൾ ഇന്ന് നോക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ് ആണ്. അപ്പൊ നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന ആദ്യത്തെ ടൈപ്പാണ് ഹെട്രോജെനിറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ്, കൊളോയിഡ്സിൽ എത്ര ഫേസസ് ആണ് ഉള്ളത്? യെസ്, 2 ഫേസസ് ആണ് ഉള്ളത്. ഒന്ന് ഡിസ്പേഴ്സ്ഡ് ഫേസ്, വേറെ ഒന്ന് ഡിസ്പേർഷൻ മീഡിയവും. അതിനെയാണ് നമ്മൾ ഹെട്രോജെനിറ്റി എന്ന ടേം കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി ഇൻ കൊളോയിഡ്സ്. ഇനി വിസിബിലിറ്റി ഓഫ് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ്, നമ്മളത് കൊളോയിഡ്സിന്റെ പ്രോപ്പർട്ടീസ് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേക്കഡ് ഐയില് ഇൻവിസിബിൾ ആണ് കൊളോയിഡ്സിന്റെ പാർട്ടിക്കിൾസ്. ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി. അടുത്തത് ഫിൽട്ടറബിലിറ്റി. ഓർഡിനറി ഫിൽട്ടർ പേപ്പറിൽ കൂടി പാസ് ചെയ്യും, പക്ഷേ അനിമൽ മെമ്പറൈനിൽ എന്ത് ചെയ്യും? കൊളോയിഡൽ പാർട്ടിക്കിൾസ് പെർസിസ്റ്റ് ചെയ്യുന്നു. Then stability. Lyophilic salts are more stable than lyophobic salts. എന്താണ് ലയോഫിലിക് സോൾസ് അല്ലെങ്കിൽ ലയോഫോബിക് സോൾസ് എന്ന് പറഞ്ഞാൽ? ലയോഫിലിക് സോൾസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ലയോഫോബിക് സോൾസ് എന്ന് പറയുമ്പോൾ വീക്ക് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. അപ്പൊ സ്ട്രോങ് ഇന്ററാക്ഷൻ ഉള്ള വസ്തുവായിരിക്കും കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് കാണപ്പെടുക ദാൻ വീക്ക് ഇന്ററാക്ഷൻ ഉള്ള വസ്തുവിനേക്കാളും. അപ്പൊ ലയോഫിലിക് സോൾസിനായിരിക്കും ലയോഫോബിക്കിനേക്കാളും കൂടുതൽ. സൈസ് അനുസരിച്ചിരിക്കും.
വലിയ വലിയ പാർട്ടിക്കിൾസ് ആണെങ്കിൽ ലോങ്ങർ വേവ് ലെങ്ത്തുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്ത് ഷോർട്ടർ വേവ് ലെങ്ത്തുള്ളത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ചെറിയ പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഷോർട്ടർ വേവ് ലെങ്ത്തുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ലോങ്ങർ വേവ് ലെങ്ത് ഉള്ളത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ പാർട്ടിക്കിളിന്റെ സൈസിനനുസരിച്ചാണ് നമ്മൾ കളർ പറയുന്നത്. അപ്പൊ എന്തൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ കൊളോയിഡ്സിൽ പഠിച്ചത്? ഓർമ്മയുണ്ട് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന്? ആദ്യത്തെയാണ് ഹെട്രോജിനിറ്റി. ഹെട്രോജിനിറ്റി എന്ന് പറഞ്ഞാൽ ഇതിലെന്താവും? ഡിസ്പേഴ്സ്ഡ് ഫേസ് ഡിസ്പേർഷൻ മീഡിയം പ്രസന്റ് ആയി. രണ്ടാമത് പറഞ്ഞതാണ് കാണാൻ പറ്റില്ല. മൂന്നാമത്തത് ഓർഡിനറി ഫിൽട്ടർ പേപ്പറിൽ കൂടി പാസ് ചെയ്യും, പക്ഷെ അനിമൽ മെമ്പറിൽ കൂടി പാസ് ചെയ്യാറ്. പിന്നെ നാലാമത്തത് കളർ. അഞ്ചാമത്തത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചത്. ക്ലിയർ അല്ലേ? നോക്കുന്നത് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ടിന്റൽ ഇഫക്റ്റ്. അതായത് ഇന്റൻസ് കവേഴ്സിംഗ് ബീം ഓഫ് ലൈറ്റ് ഒരു കൊളോയിഡൽ സൊല്യൂഷനിൽ കൂടി പാസ് ചെയ്യുന്ന സമയത്ത് ആ പാത്ത് എന്ത് ചെയ്യുന്നു? ബ്ലൂ ലൈറ്റ് വെച്ച് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു കൊളോയിഡൽ സൊല്യൂഷൻ ഉണ്ട്. ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ലൈറ്റ് ഗെറ്റ്സ് സ്കാറ്റേർഡ്. അത് സ്കാറ്റർ ചെയ്യപ്പെടുന്നു. ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ തട്ടിയിട്ടാണ് ഈ ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഫിനോമിനെ നമ്മൾ ടിന്റൽ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പാത്ത് ആ ഭാഗം ഉണ്ടല്ലോ, ഇതെന്ത് കളറായിട്ട് കാണപ്പെടുന്നു? ബ്ലൂയിഷ് ലൈറ്റ് ആയിട്ട് കാണപ്പെടുന്നു. ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ടിന്റൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് സിംപ്ലി ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസ് കൊണ്ട് സ്കാറ്റർ ചെയ്യുമ്പോഴാണ് ഈ ടിന്റൽ ഇഫക്റ്റ്. ഇത് ട്രൂ സൊല്യൂഷൻസ് എക്സിബിറ്റ് ചെയ്യില്ല. കാരണം കൊളോയിഡൽ സൊല്യൂഷന്റെ പാർട്ടിക്കിൾ സൈസ് എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊളോയിഡൽ സൊല്യൂഷന്റെ പാർട്ടിക്കിൾ സൈസ് എത്രയായിരുന്നു? 1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ ആണ്. ഈ പാർട്ടിക്കിൾ സൈസിൽ വരുന്നത് കൊണ്ടാണ് ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ടിന്റൽ ഇഫക്റ്റ് കാണിക്കുന്നത്. ട്രൂ സൊല്യൂഷന്റെ കേസിലാണെങ്കിൽ അത് ലെസ് ദാൻ 1 നാനോമീറ്റർ ആണ്. അതുകൊണ്ട് അവിടെ ടിന്റൽ ഇഫക്റ്റ് കാണിക്കുന്നില്ല. മനസ്സിലായോ എന്താണ് ടിന്റൽ ഇഫക്റ്റ് എന്ന്? ഇനി നോക്കുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ പഠിക്കുന്നതാണ് ബ്രൗണിയൻ മൂവ്മെന്റ്. ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ സ്കൂൾ വിടുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് ഇറങ്ങുന്നു, അവർ തമ്മിൽ കൂട്ടിമുട്ടുന്നു, അങ്ങനെ അവര് സിഗ്സാഗ് മൂവ്മെന്റിലാണ് പോകുന്നത്. അതുപോലെയാണ് ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഒരു സൊല്യൂഷനിലുള്ളത്. ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ഉണ്ട്, ഇതിൽ ഒരുപാട് പാർട്ടിക്കിൾസ് അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ടുണ്ട്. എന്ത് സംഭവിക്കുന്നു? ഇവ തമ്മിൽ കൂട്ടിമുട്ടി ഈ കണ്ടിന്യൂസ് സിഗ്സാഗ് മൂവ്മെന്റിനെയാണ് ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ബ്രൗൺ എന്ന സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇതിന് ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന പേര് വരുന്നത്. അപ്പൊ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് സിഗ്സാഗ് മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇൻ ദ ഡിസ്പേർഷൻ മീഡിയം. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് മൂവ്മെന്റ് നടക്കുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു unequal bombardments of moving molecules of dispersion medium on colloidal particles. അപ്പൊ ഡിസ്പേർഷൻ മീഡിയത്തിലുള്ള മൂവിംഗ് മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിമുട്ടി കൊളൈഡ് ചെയ്ത് അങ്ങനെ അൺഈക്വൽ ബൊമ്പാർഡ്സ് വരുന്ന സമയത്താണ് അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സിഗ്സാഗ് മൂവ്മെന്റിലേക്ക് പോകുന്നത്. കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടുന്തോറും ഇതിന്റെ ഇടിട ആഘാതം കൂടുന്നു, അതിന്റെ സ്പീഡ് കുറയുന്നു. നമുക്കറിയാം വെയിറ്റ് കൂടിയൊരു വസ്തുവാണോ വെയിറ്റ് കുറവുള്ളൊരു വസ്തുവാണോ പെട്ടെന്ന് മൂവ് ചെയ്യുന്നത്? അതെ, വെയിറ്റ് കുറവുള്ള വസ്തുവാണ് പെട്ടെന്ന് മൂവ് ചെയ്യുന്നത്. അടുത്തതാണ് പ്രോപ്പർട്ടി. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയിൽ നമുക്ക് രണ്ടെണ്ണം പഠിക്കാനുണ്ട്, ഇലക്ട്രോഫോറസിസും ഇലക്ട്രോ ഓസ്മോസിസും. രണ്ടും കൺഫ്യൂഷൻ ആകരുത്. ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ടുവേർഡ്സ് എ പെർട്ടിക്കുലർ ഇലക്ട്രോൺ.
ഓക്കെ, ഇപ്പൊ കൊളോയിഡൽ പാർട്ടിക്കിളിൽ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? നെഗറ്റീവ് ഇലക്ട്രോഡായ കാത്തോഡിലേക്ക്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അത് ഏതിലേക്ക് പോകുന്നു? ആനോഡിലേക്ക് പോകുന്നു. അപ്പൊ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഏതെങ്കിലും ഇലക്ട്രോഡിലേക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ഇലക്ട്രോഫോറസിസ്. ഈസ് ഇറ്റ് ക്ലിയർ? എന്താണ്? ഡിസ്പേർഷൻ മീഡിയമാണ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള പാർട്ടിക്കിൾസ് അല്ല, അതിന് പകരം ഡിസ്പേർഷൻ മീഡിയമാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ നമുക്ക് ഒരു മെമ്പറൈൻ വെച്ച് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മൂവ്മെന്റ് ഓഫ് ഡിസ്പേർഷൻ മീഡിയം അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ പാർട്ടിക്കിൾസ്. അതിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് നമുക്കാണ് സ്യൂട്ടബിൾ മെമ്പറൈൻ വെച്ച് പ്രിവെന്റ് ചെയ്യുന്നത്. അല്ലാതെ ഡിസ്പേർഷൻ മീഡിയമാണ് അവിടെ പ്രിവെന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് ഇലക്ട്രോഫോറസിസ് എന്നും, അതേസമയം ഡിസ്പേർഷൻ മീഡിയത്തിന്റെ പാർട്ടിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഇലക്ട്രോ ഓസ്മോസിസ് എന്നും പറയുന്നു. ക്ലിയർ അല്ലേ? ഇപ്പൊ ഇലക്ട്രോ ഓസ്മോസിസ് സമയത്ത് എന്താ സംഭവിക്കുന്നത്? കൊളോയിഡൽ പാർട്ടിക്കിൾസ് അവിടെ നിൽക്കും, ഡിസ്പേർഷൻ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് ഓപ്പോസിറ്റ്ലി ചാർജുള്ള ഇലക്ട്രോണിലേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യം പഠിച്ച പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഹെട്രോജിനിറ്റി, കളറ്, വിസിബിലിറ്റി, ഫിൽട്രബിലിറ്റി, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഹെട്രോജിനിറ്റി, കളറ്, വിസിബിലിറ്റി, ഫിൽട്രബിലിറ്റി, ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത് നമ്മൾ പഠിച്ചത് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ആയിരുന്നു. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്താ പഠിച്ചത്? ടിൻഡൽ ഇഫക്റ്റിനെ കുറിച്ചാണ് പഠിച്ചത്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ആണ്. മെക്കാനിക്കൽ നമ്മൾ പഠിച്ചത് ബ്രൗണിയൻ മൂവ്മെന്റ് ആണ്. നാലാമത്തെ ഇലക്ട്രിക്കൽ ആണ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയിൽ പഠിച്ചത് ഇലക്ട്രോഫോറസിസും ഇലക്ട്രോ ഓസ്മോസിസുമാണ്. അതില് ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ് മൂവ് ചെയ്യുന്നത്, അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോ ഓസ്മോസിസിൽ ഡിസ്പേർഷൻ മീഡിയം ആണ് മൂവ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൊയാഗുലേഷൻ ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡ്സ് എങ്ങനെയാണ് നമ്മൾ കൊയാഗുലേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ കൊളോയിഡൽ പാർട്ടിക്കിൾസ് താഴെ വന്ന ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് അഗ്രിഗേഷൻ അല്ലെങ്കിൽ അക്യുമുലേഷനെയാണ് നമ്മൾ കൊയാഗുലേഷൻ ഓഫ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ ചാർജിനെ റിമൂവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു കൊയാഗുലേഷൻ നടക്കുന്നത്. അപ്പൊ അതിന്റെ സർഫസസിലെല്ലാം കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ഒരേ ചാർജ് ആയിരിക്കും. അപ്പൊ കൊളോയിഡൽ സൊല്യൂഷൻ സ്റ്റേബിൾ ആവുന്നത് അതിന്റെ ചാർജ് കൊണ്ടാണ്. ആ ചാർജിനെ നമ്മൾ എടുത്തു കളയുകയാണെങ്കിൽ അവിടെ നമുക്ക് അതിന്റെ സ്റ്റെബിലിറ്റി സാധിക്കും. അപ്പൊ പാർട്ടിക്കിൾസ് ഹെൽഡ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ കൊണ്ടാണ്. ആ ഫോഴ്സിനെ നമ്മൾ ഓവർകം ചെയ്യുകയാണെങ്കിൽ, ആ ഫോഴ്സിനെ മാറ്റുകയാണെങ്കിൽ നമുക്ക് ചാർജിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ പാർട്ടിക്കിൾസ് അടുത്തേക്ക് വരുന്നു, അങ്ങനെ അവയുടെ സൈസ് കൂടുന്നു, അവസാനം പ്രസിപ്പിറ്റേഷൻ നടക്കുന്നു. ആൻഡ് ഫൈനലി ഇറ്റ് റിസൾട്ട്സ് ഇൻ കൊയാഗുലേഷൻ ഓഫ് കൊളോയിഡ്സ്. അപ്പൊ നമുക്ക് പല ആപ്ലിക്കേഷൻസിലും കൊളോയിഡ്സിന്റെ കൊയാഗുലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു റൂളാണ് ഹാർഡി-ഷൂൾസ് റൂൾ എന്ന് പറയുന്നത്. ഈ ഹാർഡി-ഷൂൾസ് റൂൾ പറയുന്നത് ഒരു കൊളോയിഡൽ സൊല്യൂഷനെ കൊയാഗുലേറ്റ് ചെയ്യാൻ ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിന്റെ ക്വാണ്ടിറ്റി എന്നുള്ളത് ആ ആഡ് ചെയ്യുന്ന കൊയാഗുലേറ്റിംഗ് അയോണിന്റെ വാലൻസിയെ ഡിപ്പെൻഡന്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ഉണ്ട് നമുക്ക്, ആ കൊളോയിഡൽ സൊല്യൂഷനിൽ നമുക്കത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കണം. അത് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിന്റെ ബാലൻസിക്ക് അനുസരിച്ചായിരിക്കും അതിന്റെ കൊയാഗുലേറ്റിംഗ് പവർ എന്ന് പറയുന്നത്. അതായത് കൊയാഗുലേറ്റിംഗ് അയോൺസ് എന്ന് പറഞ്ഞാൽ
കൊളോയിഡൽ പാർട്ടിക്കിൾസിന് എന്ത് ചാർജ് ആണോ ഉള്ളത് അതിന് ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കൊളോയിഡ്സിലെ പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആണെങ്കിൽ നെഗറ്റീവ്ലി ചാർജുള്ള ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തിട്ടാണ് അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ എക്സ്റ്റേണലായിട്ട് ആഡ് ചെയ്യുന്നതിനെയാണ് കൊയാഗുലേറ്റിംഗ് അയോൺ എന്ന് പറയുന്നത്. കൊയാഗുലേറ്റിംഗ് അയോണിന്റെ വാലൻസി കൂടുതലാണെങ്കിൽ അതിന് കൊയാഗുലേഷൻ പവർ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം Al3+ Mg2+ സോഡിയം പ്ലസ് ഉണ്ട്. ഇതിന് ഏതാണ് ഏറ്റവും കൂടുതൽ വാലൻസി വരുന്നത്? Al3+നാണ് ഹയർ വാലൻസി. അപ്പൊ കൊയാഗുലേഷൻ പവർ ഇതിനായിരിക്കും ആദ്യം, പിന്നെ മെഗ്നീഷ്യത്തിന്, പിന്നെ സോഡിയത്തിന്. അപ്പൊ കൊയാഗുലേറ്റിംഗ് അയോണിന്റെ വാലൻസി കൂടുകയാണെങ്കിൽ അവിടെ കൊയാഗുലേഷൻ പവർ കൂടുതലായിരിക്കും. ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ കൊയാഗുലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോ ആ ഇലക്ട്രോലൈറ്റിന്റെ കൊയാഗുലേറ്റിംഗ് പവറിനെ എക്സ്പ്രസ് ചെയ്യുന്ന ടേമാണ് ഫ്ലക്യുലേഷൻ വാല്യൂ എന്ന് പറയുന്നത്. എത്രത്തോളം അതിനെ നന്നായിട്ട് കൊയാഗുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫ്ലക്യുലേഷൻ വാല്യൂന്റെ ഡെഫിനിഷൻ ഇതാണ്: ഒരു സോളിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര മിനിമം കോൺസെൻട്രേഷൻ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണം, ആ മിനിമം കോൺസെൻട്രേഷനെയാണ് നമ്മൾ ഫ്ലക്യുലേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഇലക്ട്രോലൈറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ചിലപ്പോൾ 2.5 ആയിരിക്കും, വേറെ ഒന്നാണെങ്കിൽ 3 ആയിരിക്കും. അപ്പൊ ഏതിനാണ് ഫ്ലക്യുലേഷൻ വാല്യൂ കൂടുതൽ? 3 ആണ്. അപ്പൊ ഏതിനാണ് പെട്ടെന്ന് കൊയാഗുലേഷൻ നടക്കുന്നത്? 2.5 ആയിരിക്കും. അതായത് കുറച്ച് ആഡ് ചെയ്യുമ്പോഴേക്കും തന്നെ നന്നായി കൊയാഗുലേഷൻ നടത്തുകയാണെങ്കിൽ അവിടെയാണ് കൊയാഗുലേറ്റിംഗ് പവർ കൂടുതൽ. അതുപോലെ ഫ്ലക്യുലേഷൻ വാല്യൂ ml/L എന്ന കോൺസെൻട്രേഷൻ യൂണിറ്റിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഫ്ലക്യുലേഷൻ വാല്യൂ കുറവാണെങ്കിൽ കൊയാഗുലേറ്റിംഗ് പവർ കൂടുതലായിരിക്കും. അതായത് കുറച്ച് ആഡ് ചെയ്യുമ്പോഴേക്കും തന്നെ നന്നായി കൊയാഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൊയാഗുലേറ്റിംഗ് പവർ കൂടുതലായിരിക്കും. സോ കൊയാഗുലേറ്റിംഗ് പവറും ഫ്ലക്യുലേഷൻ വാല്യൂവും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. കൊയാഗുലേറ്റിംഗ് പവർ കൂടുന്ന സമയത്ത് ഫ്ലക്യുലേഷൻ വാല്യൂ കുറയുന്നു. നമ്മുടെ എക്സാമിന് ചിലപ്പോൾ ചില അയോൺസിന്റെ ഫ്ലക്യുലേഷൻ വാല്യൂ തന്ന കൊയാഗുലേറ്റിംഗ് പവർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ശ്രദ്ധിക്കണം, ഫ്ലക്യുലേറ്റിംഗ് വാല്യൂ ഏതിനാണോ കുറവ് അതിനായിരിക്കും കൊയാഗുലേറ്റിംഗ് പവർ കൂടുതൽ. ക്ലിയർ അല്ലേ കൊയാഗുലേഷൻ എന്ന ടോപ്പിക്ക്? കൊയാഗുലേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന റൂളാണ് ഹാർഡി-ഷൂർട്സ് റൂൾ. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കടന്നാലോ? ഇനി എങ്ങനെയൊക്കെയാണ് കൊയാഗുലേഷൻ നടത്തുന്നത്? കൊയാഗുലേഷൻ ടെക്നിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ കാര്യം ഇലക്ട്രോഫോറസിസ്. അതായത് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുമ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരുപാട് സമയം നമ്മൾ ഇലക്ട്രോഫോറസിസ് നടത്തി എന്ത് സംഭവിക്കും? എല്ലാ കൊളോയിഡൽ പാർട്ടിക്കിൾസും ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ ഫൈനലി അത് കൊയാഗുലേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ടെക്നിക്കാണ് രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സോൾസ് മിക്സ് ചെയ്യുക. ഒരു പോസിറ്റീവ് ചാർജുകളിലേക്ക് നെഗറ്റീവ്ലി ചാർജ് ഉള്ളത് മിക്സ് ചെയ്താൽ എന്ത് സംഭവിക്കും? കൊയാഗുലേഷൻ ചാർജ് റിമൂവ് ചെയ്യുന്നു. മൂന്നാമത്തെ മെത്തേഡാണ് പെർസിസ്റ്റന്റ് ഡയാലിസിസ്. ഇപ്പൊ ഡയാലിസിസ് എന്ന് പറഞ്ഞ ഒരു പ്യൂരിഫിക്കേഷൻ ടെക്നിക്കാണ്. നമുക്ക് അതിൽ ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാം. പക്ഷേ കണ്ടിന്യൂസ് ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഡിസ്പേർഷൻ മീഡിയം തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫൈനലി കൊയാഗുലേറ്റ് ചെയ്യുന്നു. പിന്നെ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യാം. പുറമേന്ന് ഒരു എക്സസ് എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് കൊയാഗുലേഷൻ നടത്താം. ഒരു ചെറിയൊരു അളവിലാണെങ്കിൽ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ എക്സസീവ് എമൗണ്ട് ആകുമ്പോഴാണ് അത് കൊയാഗുലേഷൻ ആവുന്നത്. അടുത്തത് ബൈ ബോയിലിംഗ്. നന്നായി ബോയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊയാഗുലേഷൻ നടത്താൻ സാധിക്കും. ലയോഫിലിക് കൊളോയിഡ്സിന്റെ കൊയാഗുലേഷൻ. ലയോഫിലിക് കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ ഇന്ററാക്ഷൻ കൂടുതലാണ്. അതിന്റെ സ്റ്റെബിലിറ്റി രണ്ട് ഫാക്ടർ വെച്ചിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ചാർജ്, അടുത്തത് സോൾവേഷനും. അപ്പൊ ചാർജും സോൾവേഷൻ ലെയേഴ്സും ഡിസ്റ്റർബ് ആകുമ്പോഴാണ് ലയോഫിലിക് സോൾസിനെ നമുക്ക് സ്റ്റെബിലിറ്റി റിമൂവ് ചെയ്യാനും അങ്ങനെ ഫൈനലി കൊയാഗുലേറ്റ് ചെയ്യാനും സാധിക്കുന്നത്. അങ്ങനെ ചാർജ് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യാം. അല്ല സോൾവേഷൻ ലെയർ ഡിസ്റ്റർബ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു സ്യൂട്ടബിൾ സോൾവെന്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ലയോഫിലിക് സോൾസ് കൊയാഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ലയോഫോബിക് കൊളോയിഡ്സ് ആണെങ്കിൽ നമുക്ക് ഈസിലി കൊയാഗുലേറ്റ് ചെയ്യാം. കാരണം അവ തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെയധികം കുറവാണ്. അപ്പൊ കൊളോയിഡിന്റെ ചാർജ് സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. മനസ്സിലായോ കൊയാഗുലേഷൻ ടെക്നിക്സ്? ഇനി നമ്മൾ നോക്കുന്നത് കൊളോയിഡ്സിന്റെ ഡയാലിസിസ് ആണ്. അപ്പൊ ഡയാലിസിസ് എന്ന് പറഞ്ഞ ഒരു പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ആണ്. അപ്പൊ കൊളോയിഡ്സിൽ വലിയ ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഒരു സ്യൂട്ടബിൾ മെംബ്രെയിൻ വഴി കടത്തി വിട്ടിട്ടാണ് ഇത് പ്യൂരിഫിക്കേഷൻ നടത്തുന്നത്. അപ്പൊ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സൈസ് വലുതായത് കൊണ്ട് അത് മെംബ്രെയിൻ കടന്ന് അങ്ങോട്ട് പോവുകയില്ല. പക്ഷെ ഇംപ്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നു? ആ ബാഗ് കടന്ന് അങ്ങോട്ട് പോയി അങ്ങനെ കൊളോയിഡ്സ് പ്യൂരിഫൈ ചെയ്യാൻ സഹായിക്കുന്നു.
അപ്പൊ അതിന് ചുറ്റും ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ ഫ്രീക്വന്റ്ലി ചേഞ്ച് ചെയ്താൽ മാത്രമേ അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചെന്ത് ചെയ്യും, തിരിച്ച് ഓസ്മോസിസ് നടന്ന് ഈ പ്യുവർ കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് ഈ ഡയാലിസിസ് എന്ന പ്രോസസ്സ് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോ ഡയാലിസിസ് എന്ന മെത്തേഡ്. ആർട്ടിഫിഷ്യൽ കിഡ്നി മെഷീൻ മനുഷ്യൻ ഡയാലിസിസ് ചെയ്യുന്നതെല്ലാം ഇലക്ട്രോ ഡയാലിസിസ് മെത്തേഡ്സ് വഴിയാണ്. ഇനി ഡെയിലി ലൈഫിലെ കൊളോയിഡ്സിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മോക്കിന്റെ ഇലക്ട്രിക്കൽ പ്രസിപ്പിറ്റേഷൻ, കോട്രൽ പ്രസിപ്പിറ്റേറ്റർ. ഇപ്പൊ സ്മോക്ക് എന്ന് പറയുന്ന ഒരു കോൾഡ് സൊല്യൂഷൻ ആണ്. അതില് കാർബൺ ഉണ്ട്, ആർസി കോമ്പൗണ്ട്സ് ഉണ്ട്, ഡസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന സ്മോക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും പോയിസണസ് ആയിട്ടുള്ള വസ്തുക്കൾ കലർന്നതായിരിക്കും. ഈ പോയിസണസ് ആയിട്ടുള്ള വസ്തുക്കളെ മാറ്റി എയറിനെ പ്യൂരിഫൈ ചെയ്ത് വിടുകയാണ് ഈ ഇലക്ട്രിക്കൽ പ്രസിപ്പിറ്റേഷൻ ഓഫ് സ്മോക്ക് എന്ന് പറയുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതിലുള്ള പാർട്ടിക്കിൾസിനെ കൊയാഗുലേറ്റ് ചെയ്ത് അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള സ്മോക്കിനെയാണ് അതിലേക്ക് വിടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കോട്രൽ പ്രസിപ്പിറ്റേറ്റർ ഉപയോഗിക്കുന്നത്. അവിടെ ഒരു കൊയാഗുലേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഡ്രിങ്കിങ് വാട്ടർ പ്യൂരിഫിക്കേഷൻ. ഇപ്പൊ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇംപ്യൂരിറ്റീസ് ഉണ്ടാകും, പ്രത്യേകിച്ച് ആലം ഒക്കെ. ആലം ആഡ് ചെയ്തിട്ടാണ് വാട്ടറിലുള്ള ഇംപ്യൂരിറ്റീസിനെ കൊയാഗുലേറ്റ് ചെയ്ത് വാട്ടർ ഡ്രിങ്കിങ് പർപ്പസസിന് ഫിറ്റ് ആക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് മെഡിസിൻസ്. ഇപ്പൊ അർജെറോൾ എന്ന് പറഞ്ഞാൽ അതിലുള്ളത് സിൽവർ സോൾ ആണ്. ഐലോഷൻസിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ആന്റിമണി, കലാസർ ക്യൂർ ചെയ്യാൻ, കലാസർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഫീവർ, കരിമ്പനി തുടങ്ങിയ അസുഖങ്ങൾ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആന്റിമണിയുടെ കൊളോയിഡ് ഉപയോഗിക്കുന്നത്. ഗോൾഡിന്റെ കൊളോയിഡ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻസിന് ഉപയോഗിക്കുന്നു. മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്ന് പറഞ്ഞാൽ ഇതൊരു എമൽഷൻ ആണ്, അത് സ്റ്റൊമക് ഡിസോർഡേഴ്സിനാണ് ഉപയോഗിക്കുന്നത്. കൊളോയിഡൽ മെഡിസിൻസിന്റെ പ്രത്യേകത അത് പെട്ടെന്ന് ബോഡി അബ്സോർബ് ചെയ്ത് നമുക്ക് എഫക്റ്റീവ് ആവാൻ സഹായിക്കുന്നു. കാരണം നിങ്ങളുടെ തൊലി എന്ന് പറഞ്ഞാൽ അതൊരു കൊളോയിഡൽ നേച്ചർ ആണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കൊളോയിഡൽ നേച്ചർ ആണ് അനിമൽ ഹൈഡ്സ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നു? കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നെഗറ്റീവ്ലി ചാർജ് ഹൈഡ്സിന് എന്തെങ്കിലും സോക്ക് ചെയ്തു ടാനിൻസിൽ. ഹൈഡ്സിന് പോസിറ്റീവ് ചാർജ് ആണ്, ടാനിൻസിന് നെഗറ്റീവ് ചാർജ് ആണ്. ആസ് എ റിസൾട്ട് അവിടെ മ്യൂച്വൽ കൊയാഗുലേഷൻ നടക്കുന്നു. അങ്ങനെ ലെതർ ഹാർഡനിങ് പ്രോസസ്സിനെയാണ് ടാനിങ് എന്ന് പറയുന്നത്. ടാനിൻസിന് പകരം ക്രോമിയം സാൾട്ടും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സോപ്സ്, ഡിറ്റർജൻസിൽ വരുന്ന ക്ലീൻസിങ് ആക്ഷൻ, മുമ്പ് പറഞ്ഞ പോലെ മീസൽ ആക്ഷൻ ആണ് വരുന്നത്. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ്, ഫിലിംസില്, റബ്ബർ ഇൻഡസ്ട്രി, റബ്ബറിൽ ഉള്ള റബ്ബർ എന്ന് ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, അത് കൊയാഗുലേറ്റ് ചെയ്തിട്ടാണ് റബ്ബർ എടുക്കുന്നത്. ഇവയെല്ലാം തന്നെ കൊളോയിഡ്സിന്റെ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആണ്. പിന്നെ ഫുഡ് ആർട്ടിക്കിൾസ് ആയ മിൽക്ക്, ബട്ടർ, അൽവ, ഐസ്ക്രീംസ്, ഫ്രൂട്ട് ജ്യൂസസ്, ദീസ് ആർ ഓൾ കൊളോയിഡൽ ഇൻ നേച്ചർ. ഇത് നോക്കുന്നത് ഡൊനാൽഡ് മെംബ്രെൻ ഇക്വിലിബ്രിയം ആണ്. അപ്പൊ രണ്ട് സൊല്യൂഷൻസിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. അവ ഒരു മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഒന്നിന് ഇംപെർമിയബിൾ ആയിട്ടാണ് മറ്റേത് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇക്വിലിബ്രിയമാണ് ഡൊനാൽഡ് മെംബ്രെൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത്. അതായത് അവ തമ്മിലൊരു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നടന്ന് ഒരു അയോൺസിനെ മാത്രം പെർമിയബിൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിൽ എത്തുന്ന സമയത്ത് രണ്ട് സൊല്യൂഷന്റെയും ഓസ്മോട്ടിക് പ്രഷർ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ രണ്ട് റെഫറൻസ് ഇലക്ട്രോഡ്സ് യൂസ് ചെയ്തിട്ട് അവിടെ ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് സെറ്റപ്പ് ചെയ്യുന്നു. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം ഈസ് കോൾഡ് ഡൊനാൽഡ് മെംബ്രെൻ ഇക്വിലിബ്രിയം. ഇത് നമുക്ക് ലാസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ് ഇമൽഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കൊളോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ പഠിച്ച ഒരു കാറ്റഗറിയാണ് ഇമൽഷൻസ്. ഇറ്റ് ഈസ് ഓഫ് ലിക്വിഡ് കൊളോയിഡൽ സിസ്റ്റംസ്. ഇവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡ് ആണ്. ലിക്വിഡ് എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ്, ഇതെന്ന് പറയുന്നത് ഡിസ്പേർഷൻ മീഡിയം ആണ്. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ
ഉള്ള ലിക്വിഡ് കൊളോയിഡൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇമൽഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ് വേറൊരു ലിക്വിഡിൽ ഡിസ്പേഴ്സ് ചെയ്യുമ്പോഴാണ് ഇമൽഷൻസ് കിട്ടുന്നത്. അപ്പൊ രണ്ട് ഇമ്മിസിബിൾ അല്ലെങ്കിൽ രണ്ട് പാർഷ്യലി മിസിബിൾ ആയിട്ടുള്ള മിക്സ്ചർ ഷേക്ക് ചെയ്യുന്ന സമയത്താണ് ഇമൽഷൻസ് കിട്ടുന്നത്. പ്രധാനമായിട്ടും ഏതെങ്കിലും ഒരു ഭാഗം വാട്ടർ ആയിരിക്കും, ഒന്നില്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസോ അല്ലെങ്കിൽ ഡിസ്പേർഷൻ മീഡിയമോ വാട്ടർ ആയിരിക്കും. ഇമൽഷൻസ് രണ്ട് തരത്തിലുണ്ട്, ഓയിൽ ഇൻ വാട്ടറും വാട്ടർ ഇൻ ഓയിലും. ഓയിൽ ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ ഓയിൽ ഡിസ്പേഴ്സ്ഡ് ഫേസും വാട്ടർ ഡിസ്പേർഷൻ മീഡിയവും ആയിരിക്കും. എക്സാമ്പിൾ ഓർത്ത് വെക്കുക, മിൽക്ക്, ക്രീം ഒക്കെ ഓയിൽ ഇൻ വാട്ടർ ഫേസും ഓയിൽ ഡിസ്പേർഷൻ മീഡിയവുമാണ്. എക്സാമ്പിൾ ബട്ടർ, ക്രീം. ഓയിൽ വാട്ടർ എമൽഷൻസ് കുറച്ചും കൂടി അൺസ്റ്റേബിൾ ആണ്. അത് കുറെ നേരം വെക്കുകയാണെങ്കിൽ അത് രണ്ട് ലെയേഴ്സ് സ്റ്റാൻഡ് ചെയ്യും. അങ്ങനെ ആ ഒരു എമൽഷനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്ന എക്സ്ട്രാ കമ്പോണന്റിനാണ് ഇമൽസിഫയിങ് ഏജൻസ് അല്ലെങ്കിൽ ഇമൽസിഫയേഴ്സ് എന്ന് പറയുന്നത്. ഏതൊരു വസ്തുവും നമുക്ക് എമൽസിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിനൊരു ഹൈഡ്രോഫിലിക് എൻഡും ഒരു ഹൈഡ്രോഫോബിക് എൻഡും ഉണ്ടാവണം. അതായത് പോളാർ എൻഡും നോൺ പോളാർ എൻഡും ഉണ്ടാവണം. വാട്ടറിലും ഓയിലിലും സോളിബിൾ ആയിട്ടുള്ള ഒരു വസ്തുവായിരിക്കണം. ഇത് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് മീഡിയവും തമ്മിൽ ഒരു ഇന്റർഫേഷ്യൽ ഫിലിം ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കണം. കാറ്റയോണിക് ആവാം, ആനിയോണിക് ആവാം, പോളാർ ആയിരിക്കാം. പ്രിൻസിപ്പൽ എമൽസിഫയിങ് ഏജൻസ് എന്ന് പറഞ്ഞാൽ ഓയിൽ ആൻഡ് വാട്ടർ എമൽഷൻസ് ആണെങ്കിൽ പ്രോട്ടീൻസ്, ഗംസ്, നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് സോപ്സ്. വാട്ടർ ആൻഡ് ഓയിൽ എമൽഷൻസ് ആണെങ്കിൽ മെറ്റൽസ്, ലോങ് ചെയിൻ ആൽക്കഹോൾസ്, ലാംപ് ബ്ലാക്ക്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. എമൽഷൻസിന്റെ ബയോളജിക്കൽ ആപ്ലിക്കേഷൻസ് എന്താണ്? മുമ്പ് പറഞ്ഞ പോലെ തന്നെ മെഡിസിൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ വാക്സിൻസിലൊക്കെ മൈക്രോ എമൽഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. മൈക്രോബ്സിനെ കില്ല് ചെയ്യാൻ നാനോ എമൽഷൻസ് ആയ സോയാബീൻ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ ഇൻസോളിബിൾ ലിക്വിഡ്സിന്റെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാറുണ്ട്. ടാക്സോൾ ആൻഡ് ഇൻട്രാവീനിയസ് അഡ്മിനിസ്ട്രേഷൻ, ലോഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ചെറിയ ചെറിയ ഗ്ലോബ്യൂൾസ് മാറുന്ന പ്രോസസ് ആണ് ഇമൽസിഫിക്കേഷൻ. അപ്പൊ ബൈൽ സാൾട്സ് ആണ് അങ്ങനത്തെ ഇമൽസിഫിക്കേഷന് സഹായിക്കുന്നത്. നമുക്ക് കൊളോയിഡ്സിൽ പഠിക്കാനുള്ളത്. അപ്പൊ കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, പ്രോപ്പർട്ടീസ്, കൊയാഗുലേഷൻ ടെക്നിക്സ്, ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ്, പിന്നെ നമ്മൾ എമൽഷൻസ്, ഇതൊക്കെയാണ് പഠിച്ചത്. ഇതോടുകൂടി നമ്മുടെ ആ ഒരു മൊഡ്യൂളിലെ കൊളോയിഡ്സ് എന്ന ഭാഗം തീരുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ തരാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.